ശേഷം നമ്മുടെ ഒരു എന്താ പറയാ ഫാമിലിന്റെ ഇടയിൽ ഒരു പ്രത്യേക കാര്യം നടക്കാൻ വേണ്ടി പോവാണ്. അതെ ഗൈസ്, ഞങ്ങളൊരു 1.5 കൊല്ലം മുന്നേ ഇതേപോലെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം നമുക്ക് പറയാനുള്ളത് ഈ 2 ആൾക്കാരുടെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം നടക്കാൻ വേണ്ടി പോവാണ്. മനോഹരമായ ഒരു കാര്യം. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ഇങ്ങനെ കമന്റ്സിലും നമ്മളെ കല്യാണ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം കമന്റ്സ് ആയിട്ടും മെസ്സേജസ് ആയിട്ടും നേരിട്ട് കാണുമ്പോഴും ഒക്കെ എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്നാണ് ഞങ്ങളുടെ കല്യാണം. അതെ, നമ്മളെ 2 കൊല്ലം മുന്നുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയം മുതൽ നമ്മളോട് ചോദിക്കുന്നതാണ് എപ്പോഴാ ഷാമിന്റെ കല്യാണം. എല്ലാവർക്കും അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴാ ഷാമിന്റെ കല്യാണം, എപ്പോഴാ ഷാമിന്റെ കല്യാണം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കലാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങൾക്കുള്ള എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സൈഡ് പറയാം. ഞങ്ങൾക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാല് ഒരു കല്യാണം ബ്രൈഡ്സ്മെയ്ഡ്സ് ആയിട്ട് ഇങ്ങനെ നടക്കുക. അയ്യോ ഈ പറഞ്ഞോ, എന്നിട്ട് വേണം എനിക്ക് സൈഡ് പറയല്ല, എന്താ പറയാൻ പോകുന്നത്. ഓക്കെ, എന്റെ സൈഡ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞു. അപ്പൊ നമ്മൾ നല്ല അടിച്ച് പൊളിച്ച് നല്ല ജോളി വൈബിലൊക്കെ നമ്മൾ കഴിച്ചു. പക്ഷെ സ്റ്റിൽ 5 ഇവിടുന്ന് പോവാന്ന്, കണ്ണൂരാണല്ലോ എന്താണെങ്കിലും, അപ്പൊ അങ്ങോട്ട് പോവാന്നുള്ള ഒരു വിഷമം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് അടിച്ചു പൊളിക്കാന്നുള്ളൊരു സാധനം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പിന്നെ എന്റെ സൈഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ ഞാൻ ബ്രൈഡാണ്. അപ്പൊ ഞാൻ ബ്രൈഡ്സ്മേറ്റ്സിന്റെ ആ ഒരു സൈഡ് എൻജോയ് ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് ഇപ്രാവശ്യം എൻജോയ് ചെയ്യാനുള്ളത്. ഞാൻ അന്ന് മുതൽ വെയിറ്റ് ചെയ്തിട്ട് കല്യാണത്തിന് വേണ്ടിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് ഈ കല്യാണത്തിന് നമുക്ക് പുതിയൊരു മെമ്പർ ഉണ്ടല്ലോ, അമലേട്ടൻ. അതെ, അമലേട്ടൻ അന്ന് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അമലേട്ടനും കൂടി. അന്ന് അമലേട്ടൻ കല്യാണ ചെക്കനാണെങ്കിൽ ഇന്ന് അമലേട്ടൻ ഗ്രൂമിന്റെ എന്താ പറയാ ഗ്രൂമിന്റെ കൂടെ ഉള്ളതാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് 5ന്റെ എൻഗേജ്മെന്റിന്റെ പ്രിപ്പറേഷനിൽ ഞങ്ങൾ ഇങ്ങനെ ഓടി നടക്കാം. 2 ആഴ്ചയുടെ ഒരു ഡിഫറൻസ്, 2 ആഴ്ചന്റെ ഡിഫറൻസുകളിൽ ഞങ്ങൾ എൻഗേജ്മെന്റ്. ഇത്തവണ എന്ന് പറയുന്നത് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന്റെ അതെ ഓട്ടത്തിലാണ് ഞങ്ങൾ ഇപ്പോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലേറ്റ് ആവും കല്യാണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. കുറച്ചുകൂടെ മുന്നേ വേണമായിരുന്നു. ഈ 2 വർഷം മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചത് ഒരു 6 മാസം 1 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കാന്നുള്ളതായിരുന്നു പ്ലാൻ. അതെ, ഇപ്പൊ ഞങ്ങൾ എൻഗേജ്മെന്റ് പറഞ്ഞല്ലോ 2 ആഴ്ചയുടെ ഡിഫറൻസിൽ. അപ്പൊ ഇങ്ങനെ ഇന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തിന്റെ ഇടയിലാണ് ഇന്റെ കല്യാണം. അപ്പൊ ഇവരത് നമ്മൾ പ്രതീക്ഷ എന്താ വെച്ചാല് ഒരു 6 വർഷത്തിന്റെ ഇടയിൽ, അതായത് 6 മാസം ഒരു 8 മാസം ഗ്യാപ്പിൽ കല്യാണം ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇത് പിന്നെ ഇങ്ങനെ നീണ്ടു. അതെ അതെ അതെ, പല പല കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ ലേറ്റ് ആയി പോയി. അങ്ങനെ ഫൈനലി അവസാനം ആ ദിവസം വന്നെത്താൻ പോകുന്നു. ആ ദിവസത്തിലേക്ക് ഞങ്ങൾ ഇങ്ങനെ അടുത്തോട്ടിരിക്കുകയാണ് ഗൈസ്. അതായത് ഇപ്പൊ ശരിക്കും നമ്മൾ വിചാരിച്ചാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് ഷാമിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നത്. ശരിക്കും ഞങ്ങൾ ഈ പ്രിപ്പറേഷൻ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ആയിരുന്നു. നാളെ തുടങ്ങാമെന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് പനി വന്ന് ചിക്കൻ ബോക്സ് ഒക്കെ വന്നത്. പക്ഷെ അത് ആണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ടൈം എടുത്ത് മാറാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയില്ല. നമുക്ക് പനിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അവൻ പെട്ടെന്ന് പനി മാറ്റണം, കാരണം നമുക്ക് ഒരുപാട് ഓട്ടങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ വിചാരിച്ചോടത്തുനിന്ന് പിന്നെ ചിക്കൻ ബോക്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് അപ്പോഴും നമ്മൾ വിചാരിച്ച ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ റെഡി ആവും. ഒരു 1.5 മാസം അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയി. ഇപ്പോഴും അതാണ്, മാർക്സുകളൊക്കെ ഒന്ന് റെഡി ആയി വരുന്നുള്ളൂ. അതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ ഒരു കല്യാണത്തിന്റെ പ്രിപ്പറേഷനിൽ. അതും ഒരു പണിയായിരുന്നു. അതെ, അപ്പോ ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഇപ്പോഴാണ് ഞങ്ങൾ ഈ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് എന്താ പറയാ വേറൊരു ടൈപ്പാണ്, ഡിഫറെന്റ് ഒരു കല്യാണമാണ്. കാരണം നമ്മുടെ മലബാറിലെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് കല്യാണമായിരിക്കും. ഒരുപാട് പരിപാടികൾ ഉണ്ടാവും, ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ടാവും. ഓരോരോ പരിപാടികൾക്കും ഞങ്ങൾ ഇനി ഓടാൻ തുടങ്ങണം ഗൈസ്. കാര്യം നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വയ്യാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ അതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ ഓരോ ദിവസം എന്തൊക്കെ വേണം, അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഹൽദി ആണെന്നുണ്ടെങ്കിൽ ഹൽദിന്റെ ദിവസം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഡെക്കറേഷൻസ് ആണെങ്കിൽ അത്, പിന്നെ ഫുഡിൻ്റെതാണെങ്കിൽ അത്, ഡ്രസ്സുകൾ, അവളുടെ ഡ്രസ്സ്, ജുനുവിന്റെ ഡ്രസ്സ്, ഞങ്ങളുടെ ഡ്രസ്സ്, പിന്നെ വരുന്നത് നമ്മളെ കുടുംബക്കാരുടെ എല്ലാവരുടെയും ഡ്രസ്സുകളുടെ കളർ കോഡ് എന്താണ്, എല്ലാം നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഹൽദിന്റെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ മെഹന്തിൻ്റെത്, അത് ചിലപ്പോ ഹൽദി സംഗീത് നൈറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അതെ, ഞങ്ങൾ പേര് ചിലപ്പോൾ മാറ്റുമോ സംഗീതാക്കി ഞങ്ങൾ
നമ്മൾ മാറ്റി പിടിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ സാധനങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് പക്ഷെ നമുക്ക് അതിലോട്ട് ഇറങ്ങാനുള്ളൊരു അവസ്ഥ ഇതുവരെ കിട്ടിയില്ല. ഇനി നമ്മൾ എന്താ പറയാ നിലം തൊടാതെ ഓടിക്കഴിഞ്ഞാലാണ് ആ സമയം ആകുമ്പോഴേക്കും നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വരാൻ പോകുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഒന്നെങ്കിൽ ഹൽദി അല്ലെങ്കിൽ സംഗീത് നൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫംഗ്ഷൻ നടത്താം. പിന്നെ ഒന്ന് മെഹന്തി നൈറ്റ് വരുന്നുണ്ട്. പിന്നെ ജുൻഖാന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഇല്ലേ, അരിക്കുത്ത് അങ്ങനത്തെ ഒരു അരിക്കുത്ത് കല്യാണം, അങ്ങനെ ട്രഡീഷണൽ മലബാർ ഞങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നു പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം, അതായത് നിക്കാഹും ഞങ്ങളുടെ വീട്ടിലത്തെ കല്യാണം ഒരു ദിവസമാണ്. നിക്കാഹ് പ്ലസ് റിസപ്ഷൻ ഒരു ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ജുൻഖാന്റെ വീട്ടില് റിസപ്ഷൻ വരുന്നത്. അത് വീട്ടിലല്ല, അത് ഹാളിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് വിരുന്ന്, അത് കഴിഞ്ഞ് അമ്മായി സൽക്കാരം, പിന്നെ എന്തൊക്കെയോ എനിക്കറിയില്ല. സത്യം പറഞ്ഞാല് ഈ പരിപാടികളുടെ ഒരു ലിസ്റ്റ് കേട്ടപ്പോ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഓരോ ഈ അരിക്കുത്ത് കല്യാണം അങ്ങനത്തെ ഓരോരോ പേരുകളാ ഓരോന്നിനും വരുന്നത്. അപ്പൊ ഞങ്ങൾ ഓഹോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം എന്താ അറിയോ, നമുക്ക് ഷാമിയുടെ സൈഡ് മാത്രമല്ല ജുനുവിന്റെ സൈഡിൽ വീട്ടിലാണ് ഫംഗ്ഷൻ എങ്കിൽ അടുത്ത ദിവസം ജുനുവിന്റെ വീട്ടിൽ പോകണം. അതെ, ചിലപ്പോൾ ജുനുവിന്റെ വീട്ടിലെ പോകേണ്ടി വരും. അതെ, 2 കല്യാണങ്ങൾ കൂടണം ഒരുമിച്ച് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതെ, അപ്പൊ 2 സൈഡിലും നിൽക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുറിച്ച് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ എല്ലാവരും ആദ്യം പോയി എന്താണ് സെറ്റാക്കി വെക്കുക കല്യാണത്തിന്റെ ഡ്രസ് ആയിരിക്കും. അത് ഞങ്ങൾ സെറ്റാക്കിയില്ല. ഞങ്ങൾ ഹൽദീന്റെതും മെഹന്ദീന്റെതും ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡ്രസ്സ് ഏകദേശം ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷാമിന്റെതും എന്റേതും ശ്രീന്റെതും. അതെ, പിന്നത്തെ കോമഡി എന്താന്ന് വെച്ചാൽ നമ്മള് കല്യാണത്തിന് നേരെ ഈ സ്ഥലങ്ങളുടെ ഒരു കാര്യം വരുമ്പോ നേരെ ഓപ്പോസിറ്റാ. ഞങ്ങൾ കല്യാണത്തിന്റെ വെന്യൂ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹൽദിന്റെ മെഹന്ദിന്റെ ഫിക്സ് ചെയ്തിട്ടില്ല. ഫംഗ്ഷൻസ് ഉണ്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഓരോ സ്ഥലങ്ങൾ പോയി നോക്കി നമുക്ക് എന്താ പറയാ ഔട്ട്ഡോർ ഹണ്ടിങ്ങിന് ഇറങ്ങണം. അതെ, ഹണ്ടിങ്ങിന് ഇറങ്ങണം. അപ്പൊ അതൊക്കെ നോക്കി പിന്നെ മഴയുടെ ഒരു സമയം കൂടിയാണ്. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള പരിപാടികൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹൽദി സംഗീത് നൈറ്റ് എന്താണെങ്കിലും അതിനുള്ള വെന്യൂ തപ്പി പിടിക്കാനുണ്ട്. പിന്നെ മെഹന്തി നൈറ്റ് മിക്കവാറും നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് അത് കിട്ടുമോ, ഡെക്കറേഷൻ ടീമിനെ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഇതൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞാൽ ബ്രൈഡൽ ഡ്രസ്സ്, അതാണ് എല്ലാവരും പൊതുവെ ഇങ്ങനെ പറയാ 6 മാസം മുന്നേ എടുത്തു വെക്കണം. ഞങ്ങളൊരു 2-3 മാസം മുന്നേ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ബ്രൈഡൽ ഡ്രസ്സിനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ 5 സമയത്ത്. അതെ, 6 മാസം. അതെ, നിങ്ങൾ എപ്പോഴാണോ വരുന്നത്? ഒരു 6 മാസം മുന്നേ വരും. ഞങ്ങൾ 6 മാസം മുന്നേ ഒക്കെ ബ്രൈഡ്സ് ഇത് ബുക്ക് ചെയ്ത് വെക്കുവോ? ഞങ്ങൾ ആ ഒരു ഇതിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കുറച്ച് മുന്നേ ഉള്ളപ്പോൾ ബ്രൈഡൽ ഡ്രസ് ഒക്കെ തപ്പാൻ വേണ്ടി ഇറങ്ങുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് അതൊന്നും തീരുമാനമായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളൊരു ഓട്ടപ്രദക്ഷിണയായിരിക്കും. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കാം, അല്ല ചടങ്ങിലേക്ക് അങ്ങോട്ട് കടക്കാം. പറഞ്ഞോളൂ, എന്താണ് പറഞ്ഞോളൂ, ഭർത്താവ് പറഞ്ഞോട്ടെ. മാഷാ അല്ലാഹ്, ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 22, 23. 22-നാണ് ഷാമിന്റെ ഇതില്, അതായത് നിക്കാഹും പിന്നെ ഷാമിന്റെ കുടുംബക്കാരെ പരിപാടി. 23-ന് ജുനുവിന്റെ വീട്ടിലെ പരിപാടി. അതായത് 23-ന് നമ്മൾ എല്ലാരും കൂടെ അങ്ങോട്ട് പോകും. അതാണ് കേസ്. അല്ല, ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ അതിന്റെ മുന്നേ ആയിട്ട് ഹൽദി മെഹന്തി ഹൽദി മെഹന്തി എന്നൊക്കെയുള്ള പരിപാടികൾ. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. സത്യം പറഞ്ഞാല് ചെറുതായിട്ട് ഞങ്ങളൊന്നിങ്ങനെ തുടങ്ങി വരികയാണ്. അതിന്റെ ഒരു ലാഗാണ് നമുക്കിപ്പോ വീഡിയോ ഇടുന്നതിലൊക്കെ ഇപ്പൊ കാണുന്നത്. അതെ, ഞങ്ങൾ തുടങ്ങി. ഞങ്ങള് ഓരോരോ കാര്യത്തിന് ഓരോ ദിവസം ഈ ദിവസം ഇത് ചെയ്യണം, ഇന്ന് ഇതൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഓരോ ദിവസം ഇറങ്ങുന്നത്. അതിന്റെ ഇടയിലൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇടയിൽ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാവുക. ആ കാര്യങ്ങൾ, ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നോക്കിയിട്ടേക്കും ഭൂരിഭാഗം സമയം നമ്മളത് പോകുന്നത്. അത് ഇറങ്ങി കഴിഞ്ഞാലേ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. നമ്മള് ചെറുതായിട്ടൊക്കെ ഓരോരോ കാര്യങ്ങളിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് നമ്മുടെ പരിപാടികളൊക്കെ നല്ല രീതിക്ക് നടത്തി തരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുകയാണ്. അപ്പൊ ഈ ഒരു ജേർണിയിൽ നിങ്ങളും കൂടെ ഉണ്ടാവണം, നിങ്ങളെ പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാനും ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പ്രാർത്ഥന ഉണ്ടാവണം. അതെ, എല്ലാം ഞങ്ങൾ ഇതുവഴി അറിയിക്കുന്നതായിരിക്കും. നിങ്ങളും ഞങ്ങളുടെ കൂടെ ഒരു പാർട്ടായിട്ട് എല്ലാ പരിപാടികളിലും നമുക്ക് ഒരുമിച്ച് എങ്ങനെ ഇങ്ങോട്ട് പോവാം. നല്ല രസമായിരിക്കും. ഞങ്ങളും ഭയങ്കര അത്രയും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തവണ ഒരു കല്യാണം എന്നല്ല, എനിക്ക് ശരിക്കും 2 കല്യാണങ്ങൾ എന്നുള്ള രീതിക്കാണ് ഫീൽ ചെയ്യുന്നത്. 5-ന്റെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ മെഹന്തി നൈറ്റിന് അന്ന് തന്നെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പം നിങ്ങളും നമ്മുടെ കൂടെ ആ ഒരു എൻജോയ് ചെയ്ത ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. ഡേറ്റ് റിവീൽ ചെയ്ത് കഴിഞ്ഞാല് ഓരോ ദിവസത്തോട്
അടുക്കുമ്പോഴും നിങ്ങൾ തന്നെ ഇങ്ങനെ കമന്റ് ബോക്സിലൊക്കെ കാണാം ഇന്ന് ഹൽദി ആയിരിക്കൂലേ ഇന്ന് മെഹന്തി ആയിരിക്കൂലേ അപ്പൊ കുറെ കമന്റ് ബോക്സിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ വീഡിയോ എടുക്കുന്ന സമയത്ത് കൂടെ എൻജോയ് ചെയ്യുന്ന പോലെയായിരുന്നു. ഞങ്ങൾക്കും അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തോണ്ടിരുന്നത്. ഞങ്ങൾക്ക് ആ കമന്റ്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് നല്ല സന്തോഷമായിരുന്നു. നിങ്ങളും ഞങ്ങളുടെ കൂടെ പങ്കെടുത്തൊരു ഫീൽ ആയിരുന്നു. അപ്പൊ ഇത് നമുക്ക് അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ആണെങ്കിലും കല്യാണം ആണെങ്കിലും നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. അമലേട്ടനും കൂടി വരാനുണ്ട്. ഞങ്ങൾ 6 പേരും കൂടെ ഒന്നിച്ചാണ് ഓടാൻ പോകുന്നത്. അമലേട്ടനും കൂടെ വന്നാലേ ഉള്ളൂ നമുക്ക് ഈ പ്ലാൻ ഒന്നും ഇങ്ങനെ മുറുകുള്ളൂ, വൈബാവുള്ളൂ. ചൂട് പിടിക്കും. 6 പേര് 2 ഗ്രൂപ്പായി തിരിഞ്ഞ് ഓരോരോ ഭാഗത്തേക്ക് അല്ലെ 2 3 ഗ്രൂപ്പായി തിരിഞ്ഞ് പോവുക അങ്ങനെയൊക്കെ വേണ്ടി വരും. കാരണം അത്ര കുറച്ച് സമയമുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് സമയങ്ങളില്ല. ഓഗസ്റ്റ് എന്ന് പറയുന്ന ദിവസം നോക്കേ വേണ്ട. ഓഗസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ വേഗം പോകും. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 1.5 മാസം കണക്ക്, 1 മാസം. അതെ, ഓഗസ്റ്റ് നമ്മൾ ശരിക്കും കൂട്ടണ്ട. അതെ, 1 മാസം കണക്ക് കൂട്ടിയാൽ മതി. അപ്പൊ ഈ 1 മാസത്തിനുള്ളിലാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് സന്തോഷത്തോടെ കല്യാണം കഴിച്ചിട്ട് ഒന്ന് ഹണിമൂൺ പോവാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് 2 കൂടെ 2 വർഷം മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു കല്യാണം കഴിക്കാൻ. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ പാടെ 6 മാസത്തിൽ ഞങ്ങൾ കല്യാണം കഴിക്കാതെ. അതെ 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 അതെ. പക്ഷെ ശരിക്കും എൻഗേജ്മെന്റ് മുന്നേ കെട്ടണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതെ, എൻഗേജ്മെന്റ് എപ്പോഴല്ലായിരുന്നു വിചാരിച്ചത്. എൻഗേജ്മെന്റിന്റെ സമയത്ത് നമ്മൾ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതെ, ഇപ്പോഴാണ് നമ്മൾ റൈറ്റ് ടൈമിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ 11 വർഷത്തെ പ്രണയം കല്യാണത്തോടു കൂടി പൂവണിഞ്ഞ് വിരിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു കല്യാണത്തിന്റെ ആ ഒരു വൈബ് ഫീൽ ചെയ്യുക. നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഈ ഒരു ഡേറ്റ് പറയുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് തന്നെ ആ ഒരു കല്യാണം എന്നുള്ളൊരു ഫീല് വരുന്നത്. നിങ്ങളെ കമന്റ്സ് വായിക്കുമ്പോഴും അപ്പോഴാണല്ലേ നമുക്ക് ആ ഒരു ഫീല് വരിക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ആ ഫീലിൽ ഞങ്ങൾ ചൂടോടുകൂടി എല്ലാം ചടപടയെന്നുള്ളത് തീർക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാരോടും ഒന്നുകൂടി പറയാണ്, എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. അപ്പോ ജിൻക പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഞങ്ങളെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് പറയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിച്ചു പൊളിക്കാം.